നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആദായ നികുതി വകുപ്പ് ED അന്വേഷണമൊക്കെയായി ആകെ പ്രതിസന്ധിയിലാണ് വീണ വിജയന്റെ കമ്പനിയും കരിമണൽ കർത്തയുടെ കമ്പനിയും ഒക്കെ. ഏതായാലും CMRലുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, ആ ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടി ED, SFIO അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ CMRലിനെ ഫിനാൻസ് വിഭാഗം അവരുടെ കണക്കുകളുമായി EDക്ക് മുന്നിലെത്താൻ പറഞ്ഞിരിക്കുകയാണ്. CMRലിന്റെ ഫിനാൻസ് വിഭാഗം കണക്കുമായി EDക്ക് മുന്നിലെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുക വീണ വിജയനാണ്. വീണ വിജയന് ഈ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പുറത്തുവിട്ടിരുന്ന ഒരു രേഖയുണ്ടായിരുന്നു. ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രേഖകളിൽ കൃത്യമായി ആദായ നികുതി വകുപ്പ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. വീണയുടെ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുണ്ടായ ആ പൊരുത്തക്കേടുകൾ തന്നെയാണ് വീണയെ കുടുക്കിയതെന്ന് വ്യക്തമാവുകയാണ്. ഏത് സേവനത്തിനാണ് വീണ പണം വാങ്ങിച്ചത്, വീണയുടെ കമ്പനി എക്സാലോജിക് ഏത് സേവനത്തിന് പണം നൽകി എന്നത് വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കരിമണൽ കർത്തയുടെ കമ്പനിക്ക് ഉണ്ടാവുന്നത്. CMRലുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള സേവനങ്ങൾ നൽകിയില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു തരത്തിലും അതിൽ നിന്ന് പിന്മാറാൻ, ആ പറഞ്ഞതിൽ നിന്ന് പിന്മാറാൻ, മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ആ ഘട്ടത്തിൽ പിന്മാറാൻ കർത്തയ്ക്ക് കഴിയില്ല. കൃത്യമായ ഉത്തരം നൽകേണ്ടതുണ്ട്. കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിൽ, കാരണം ഇവർ പിഴ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായ ഉത്തരം നൽകാതിരുന്നാൽ തീർച്ചയായും അത് വലിയ പ്രശ്നം തന്നെയാകുമെന്ന് കമ്പനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ സേവനങ്ങൾക്ക് പണം നൽകിയിട്ടുണ്ട്, എന്നാൽ ആ സേവനം ലഭിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ പിന്നെ എന്തിനാണ് പണം നൽകിയെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. അപ്പോഴാണ് വളരെ കൃത്യമായി തന്നെ വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി, അത് എന്തിന് മാസപ്പടി വാങ്ങി എന്ന് വിശദീകരിക്കേണ്ടി വരിക. ഏതായാലും വീണ വൻ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഉടൻ തന്നെ വീണയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീണ വിജയൻ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയപരമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിധിയായിട്ട് കൂടി അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പോലും ഒന്നും തന്നെ പറയാൻ കഴിയാത്ത, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ അത് പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവഗണിച്ച് കളയുക, അല്ലെങ്കിൽ വീണയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാരണം തെളിവുകളോടുകൂടി തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ EDയും ആദായ നികുതി വകുപ്പും SFIOയും ഒക്കെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇപ്പോൾ SFIO പോലുള്ളൊരു അന്വേഷണ ഏജൻസിക്ക് ഏത് തരത്തിലുള്ള സേവനമാണ് നൽകിയത്, ആ സേവനം നൽകിയത് കിട്ടിയോ അല്ലെങ്കിൽ ആ നൽകിയിരുന്നോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട്. അതിൻ്റെ പിന്നാലെ EDയും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടും ഒക്കെ പുറത്തു വരുമ്പോൾ തീർച്ചയായും വീണ വിജയൻ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വീണ വിജയൻ പ്രതിരോധത്തിലാണ് എന്ന് പറയുകയും എക്സാലോജിക് എന്ന കമ്പനിയുടെ തന്നെ പ്രവർത്തനം മരവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയതുമൊക്കെ അതുകൊണ്ട് തന്നെയാണ്. ഇനിയും എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് പോലും വീണയ്ക്കറിയില്ല. SFIOയുടെ അന്വേഷണം 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ അവസാനം വീണ ജയിലിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായ തെളിവുകൾ കിട്ടിയെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ മകളെ പോലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം കൃത്യമായ രീതിയിലേക്ക്, കാരണം ഇപ്പോൾ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിനെ ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് രാഷ്ട്രീയ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ളവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. എന്നാൽ 9 പ്രാവശ്യം ED വിളിപ്പിക്കുകയും അതിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പോലും ചെന്നിട്ടില്ല. കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി ആ നടപടികൾ റദ്ദാക്കാൻ നൽകിയ ആ ഉത്തരവിൽ, അതിന് നൽകിയ ഉത്തരവിൽ പറയുന്നത് തന്നെ കൃത്യമായ തെളിവുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ കൃത്യമായ തെളിവോടുകൂടി മാത്രമേ ഇത് കോടതിയിൽ എത്തിച്ചാൽ മാത്രമേ കോടതിയിൽ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അല്പം കാലതാമസം ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ ഏതായാലും ഒരു സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. വീണ വിജയനിലൂടെ പിണറായി വിജയൻ പോലും ജയിലിലേക്ക് എത്തുന്ന സാഹചര്യം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൊണ്ടോ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കരഞ്ഞതുകൊണ്ടോ ഒന്നും തന്നെ ഒരു കാര്യവുമില്ല. അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ആവശ്യമായ അന്വേഷണം അത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.